ബ്ലോക്ക് ആകാതിരിക്കുന്നുള്ളതാണ് മെയിൻ അതിൻ്റെ കാര്യം. അതുപോലെ ക്ലീനും ആകും. നമ്മുടെ വാഷ് ബേസിനാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞ് ഹോളിട്ട് കൊടുത്തിട്ടാണ് കുഞ്ഞ് പിന്നൊക്കെ വെച്ച് നമ്മളിതിലിട്ട് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിവിടെ ക്ലീൻ ആകും. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പം അതിൽ നിന്നുള്ള ആ ഒരു സൊല്യൂഷൻ ഇറങ്ങിയിട്ട് ബ്ലോക്ക് ആകാതിരിക്കുന്നുള്ളതാണ് മെയിൻ അതിൻ്റെ കാര്യം. അതുപോലെ ക്ലീനും ആകും. നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സംഭവമാക്കി വെക്കണതാണ്. ഇങ്ങനത്തെ കവറിലിട്ട് വെക്കരുത്. ഇങ്ങനെ അടയ്ക്കണ സിബുള്ള കവറിലിട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചിടാനും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാനൊക്കെ അത് യൂസ് ചെയ്യാം. നന്നായിട്ട് തെളിച്ച് ഇപ്പം നമ്മളിവിടെ ഒഴിച്ചു, എന്നിട്ട് നമ്മൾ ഈ സംഭവം വെച്ചിങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഇതുണ്ടോ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. നല്ല വൈറ്റ് കളറ് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ വൈറ്റ് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് തൊടുന്നിടം ഭയങ്കരമായിട്ടൊരു വെണ്മയോട് തന്നെ വെട്ടിത്തിളങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് വെച്ചു. ഇത് നമ്മൾ ഈ വെള്ളത്തിൽ സാധാ വെള്ളമാണ്, അതിൽ കൈ മുക്കിയിട്ട് വേണം ഇതിൽ നിന്നൊരു ഉണ്ട എടുത്ത് ഇതിലോട്ട് വെക്കാൻ. അപ്പോൾ ഇത്ര ഉള്ളൊരു ഉണ്ട മതിയാവും. ഇത് നമുക്ക് പേപ്പറിനെ ഒന്ന് പൊതിയണം. ശരിക്കും ഇങ്ങനെ ഞെക്കി പൊതിഞ്ഞ് വെക്കും. നമ്മൾ ഫ്ലഷിൽ നമുക്കിതിങ്ങനെ പൊക്കിയിട്ട് നമുക്കിതിങ്ങനെ ഇട്ട് ഓരോ ഫ്ലഷ് ചെയ്യണമനുസരിച്ച് അത് ക്ലീനായി നല്ല കഴുകുന്നതനുസരിച്ച് അവിടെ ക്ലീനായിക്കോളും. ബാക്കി നമുക്കിവിടെ എവിടെയെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ വെച്ചാൽ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഫംഗ്ഷനുകൾ ഇപ്പോൾ അടുപ്പിച്ച് വരുന്നുണ്ട്. നമ്മുടെ പാർലറാണെങ്കിൽ എന്ന് പറഞ്ഞാലും വീടാണെങ്കിലും എല്ലായിടത്തും ഹൈജീൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു സാധനം എടുത്തിട്ട് ഇപ്പോൾ ഇച്ചിരി അതൊന്നും ശ്രദ്ധിച്ചില്ല, അവിടെ സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പോകാനായിട്ടൊരു സംഭവം നമുക്ക് അവിടെ ഉണ്ടാക്കിയിടുന്ന വീഡിയോ ആണ്. വളരെ എളുപ്പമാണ്. 2-3 കാര്യങ്ങൾ വേണം അതിൻ്റെ അകത്ത്. പക്ഷേ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 മാസം വരെ അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ അകത്ത് കിടക്കും. എപ്പോഴും ക്ലീനായി തന്നെ പോകും. ഇപ്പോൾ നമ്മൾ പാർലറിലെ വാഷേഴ്സിനൊക്കെ ആണെങ്കിൽ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ അത് വെച്ചിട്ട് പോവുക. നമുക്ക് ബാത്റൂമിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കാം. ഹെന്നയുടെ കഴുകുന്നിടത്താണെങ്കിലും അവിടെ ഇട്ട് വെച്ചേക്കാം. പിന്നെ സിങ്കിലും നമുക്കങ്ങനെ ഇട്ട് വെക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നല്ല സ്മെല്ലുള്ളൊരു സോപ്പാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വേണ്ടത് സ്മെല്ലുള്ള സോപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം, അല്ല നമ്മൾ ഈ കറിക്കൊക്കെ അരിയണ സാധനത്തിലിട്ട് ഉരച്ചെടുത്താലും മതി. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന രീതിയിൽ എളുപ്പത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 2-3 കാര്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എന്നാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 3-4 നമ്മുടെ വാഷ്റൂം കാണും, ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങൾ കാണും. അപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് കൂട്ട് ഒരു സോപ്പ് വാങ്ങിച്ചിട്ട് നിങ്ങളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിത് കുഞ്ഞാക്കി ഇത് ശരിക്കും സ്മെല്ല് നല്ല മണമുള്ള സോപ്പ് തന്നെ വാങ്ങിക്കണം. അത് നല്ല സോപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിലോട്ട് കുറച്ച് നമുക്ക് പേസ്റ്റ് ഇടാം. ഏത് പേസ്റ്റാണേലും വേണ്ടില്ല. അപ്പോൾ നമ്മളിതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല എഫക്റ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യണത്. അത് കാണാത്തവരും അറിയാത്തവരും കുറേ ഉണ്ടാവും. ഇനി നമ്മളിത് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അപ്പം നമ്മൾ സോഡാ പൗഡർ എടുത്തു. ഇതിപ്പം നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ള കാര്യമാണ്. വലിയ വിലയൊന്നുമില്ല. ഇത് വാങ്ങിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് റബ്ബറിട്ട് കെട്ടി സൂക്ഷിച്ച് വെച്ചാൽ ആ കവറിൽ തന്നെ ഇട്ട് വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അത് നമ്മൾ 1 സ്പൂണോളം ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഇനി നമ്മൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കുറവ് പോലെ നിങ്ങൾക്ക് തോന്നിയാൽ വീണ്ടും നമുക്ക് ഇച്ചിരി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്ത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ഒരു മയമാകുന്ന രീതിയിൽ എന്നുവെച്ചാൽ എല്ലാം കൂടെ ഒരു ജോയിൻ്റ് ആവണം. അപ്പം ഞാനിവിടെ എളുപ്പത്തിന് ഹെന്നപ്പാത്രം എടുത്തുന്നുള്ളൂ. നമുക്കിവിടെ പാർലറുണ്ട്, അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത പാത്രം വേണം ഇതിന് എടുക്കാനായിട്ട്. എന്നിട്ടിത് അന്നത്തെ ദിവസം ഫുള്ള് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടേക്കണം അതിൻ്റെ ആ ഒരു സംഭവം പോകാനായിട്ട്. അപ്പം നമുക്ക് ഏകദേശം അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഉണ്ട കിട്ടണമെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരിക. നമ്മളിത് അലുമിനിയം ഹെന്ന ചെയ്യുമ്പോഴും കളർ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ ഫുഡ് ചൂട് പോകാതെ നമുക്ക് അടച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ എടുക്കുക, എന്നിട്ട് അതിനൊരു 4 മുറിക്കുക. ഇനി നമ്മൾ 4 കഷ്ണമുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് വെച്ചു. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ സാധാ വെള്ളമാണ്, അതിൽ കൈ മുക്കിയിട്ട് വേണം ഇതിൽ നിന്നൊരു ഉണ്ട എടുത്ത് ഇതിലോട്ട് വെക്കാൻ. അപ്പോൾ ഇത്ര ഉള്ളൊരു ഉണ്ട മതിയാവും.
ഇത് നമുക്ക് പേപ്പറിനെ ഒന്ന് പൊതിയണം, ശരിക്കും ഇങ്ങനെ ഞെക്കി പൊതിഞ്ഞ് വെക്കുക. അങ്ങനെ 4 നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമുക്കിത് മിച്ചമുള്ളതാണ്, നമ്മളിപ്പം ഡയലൂട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ എടുത്ത് മിച്ചമുള്ളത് നിങ്ങളിതൊരു ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുവാണ്. പറ്റിയില്ല നമ്മളിതൊരു ലോഷൻ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നാലും മതി. ഇതിപ്പം നമ്മൾ സിന്തോൾ ലൈം ഭയങ്കര നല്ല സോപ്പാണ്, സ്മെല്ല് ഒരുപാട് നിൽക്കും, നല്ലൊരു ഇതാണ്, ഫ്രഷ്നെസ് ഇട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഓരോ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ട, നല്ലൊരു ടിപ്പാണ്, ഒന്ന് കറക്റ്റ് ചെയ്യുക. താങ്ക് യു. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചിടാനും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാനൊക്കെ അത് യൂസ് ചെയ്യാം. നന്നായിട്ട് തെളിച്ച് ഇപ്പം നമ്മളിവിടെ ഒഴിച്ചു, എന്നിട്ട് നമ്മൾ ഈ സംഭവം വെച്ചിങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഇതുണ്ടോ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്, നല്ല വൈറ്റ് കളറ് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ വൈറ്റ് കുറഞ്ഞിരിക്കുന്നു, പക്ഷേ ഇത് തൊടുന്നിടം ഭയങ്കരമായിട്ടൊരു വെണ്മയോടെ തന്നെ വെട്ടിത്തിളങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെന്നയും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പം അതിൻ്റെ ഒരു കറയാണിത്. അപ്പോൾ ഏകദേശം കറയൊക്കെ മാറി നന്നായിട്ടൊന്ന് ക്ലീൻ ആവാനായിട്ട് ഈ വെള്ളം കൊണ്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. പറ്റിയില്ല നമ്മളിതൊരു ലോഷൻ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നാലും മതി. താങ്ക് യു.